നമസ്കാരം. ഇന്നത്തെ എൻ്റെ വിഷയം ലോക ഹൃദയ ദിനത്തെക്കുറിച്ചാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ഇന്നത്തെ കാലത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയം തന്നെയാണ് ഈ ഹൃദയ ദിനം എന്നുള്ളത്. സെപ്റ്റംബർ 29-നാണ് നമ്മൾ ലോക ഹൃദയ ദിനം നമ്മൾ ആചരിക്കുന്നത്. ഇതിന് കാരണം നമ്മുടെ ശരീരത്തിൽ ഹൃദയത്തിന് അത്രത്തോളം പ്രാധാന്യമുണ്ടെന്നാണ് നമുക്ക് ഈ ഒരു ദിവസം ഹൃദയത്തിന് തന്നെ വേണ്ടി മാറ്റിവെക്കാൻ കാരണം. മറ്റേത് അവയവത്തിനാണ് നമ്മൾ ഒരു ദിവസം ഇതിനു വേണ്ടി മാറ്റിവെക്കുന്നത്? നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ അത്യാവശ്യമായി വേണ്ട ഒരു അവയവമാണ് നമുക്ക് ഹൃദയം എന്ന് നമുക്ക് പറയാൻ സാധിക്കും. നമ്മുടെ ഹൃദയം നമ്മളെ എങ്ങനെ സഹായിക്കുന്നു എന്ന് വെച്ചാൽ, നമ്മുടെ മറ്റുള്ള അവയവത്തിന് ബ്ലഡും ഓക്സിജനും അതുപോലെ തന്നെ ഊർജവും നൽകാൻ വേണ്ടിയാണ് നമ്മുടെ ഹൃദയം നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ആ ഹൃദയം നമ്മൾ ഒരു നിമിഷം പോലും നിലച്ചു പോയാൽ നമ്മുടെ ജീവൻ തന്നെ ഇല്ലാണ്ടാവുകയാണ്. പിന്നെ നമ്മൾ ഇന്നത്തെ ഈ സാഹചര്യവും ഈ ഭക്ഷണക്രമവും എല്ലാം നമ്മളെ അതിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. ഇതിൻ്റെ പിൻപോട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ 1900-ലാണ് നമുക്ക് ഈ ഹൃദയ സംബന്ധമായ അസുഖങ്ങളൊക്കെ കൂടുതലും വന്നു തുടങ്ങിയത്. അപ്പോൾ അതിനുശേഷം 2000-ലാണ് ഈ ഇൻ്റർനാഷണൽ ഹേർട്ട് ഫെഡറേഷനൊക്കെ സ്ഥാപിതമായതും അതിനുശേഷം ഈ ഹേർട്ട് ഡേ ഒക്കെ വന്നു തുടങ്ങിയതും അതിനുശേഷമാണ്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാമല്ലോ അതിൻ്റെ എത്രത്തോളം പ്രാധാന്യമാണ് ഉള്ളതെന്ന്. അപ്പോൾ അങ്ങനെയുള്ള ഹൃദയത്തെയാണ് നമ്മൾ ഒരു കാര്യമാക്കാതെ നമ്മൾ അലക്ഷ്യമായി ഭക്ഷണം കഴിച്ച് ഒരു ശ്രദ്ധയും കൊടുക്കാതെ നമ്മൾ ജീവിച്ചു പോകുന്നത്. പിന്നെ നമുക്ക് എന്തൊക്കെ രീതിയിലാണ് നമ്മൾ ഈ ഹൃദയത്തിന് കുഴപ്പം സംഭവിക്കുന്നതെന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ, നമ്മൾ വ്യായാമമില്ലാത്ത അവസ്ഥയും ഓവർ സ്ട്രെസ്ഡായ അവസ്ഥയും, പിന്നെ കള്ളും മദ്യപാനവും, പിന്നെ ഈ ഓവറായിട്ട് ഉപ്പും പഞ്ചസാരയും അതൊക്കെ ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെയാണ് ഈ ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ വരുന്നത്. പിന്നെ അത് നമുക്ക് എങ്ങനെ മറികടക്കാമെന്ന് ചോദിക്കുകയാണെങ്കിൽ, ഈ സാധനങ്ങളൊക്കെ, അതായത് മദ്യപാനമൊക്കെ കുറയ്ക്കുകയും ഒരു ദിവസം 30 മിനിറ്റെങ്കിലും നമ്മൾ വ്യായാമവും യോഗയും അതുപോലുള്ള സാധനങ്ങളൊക്കെ ചെയ്യുകയും, പിന്നെ ഈ സ്പോർട്സ് കലാപരമായ എന്തെങ്കിലും കാര്യങ്ങളിൽ ഏർപ്പെടുകയും, പിന്നെ ഈ സ്ട്രെസ്സും ഇതൊക്കെ ഒഴിവാക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യം തിരിച്ചു കൊണ്ടുവരാനും അത് മുൻപോട്ട് കൊണ്ടുപോകാനും സാധിക്കുന്നതാണ്. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഹൃദയം ഒരു റോബോട്ട് പോലെ കണക്കാക്കിയാൽ മതി. അത് ഒരു നിമിഷമെങ്കിലും നിലച്ചു പോയാൽ നമ്മുടെ ജീവൻ തന്നെ ഇല്ലാണ്ടാക്കും. അവിടെ നമ്മൾ എന്ത് പ്രയത്നിച്ചാലും അതിനെ നല്ല രീതിയിൽ തന്നെ മുൻപോട്ട് കൊണ്ടുപോകാൻ നമ്മൾ ശ്രമിക്കേണ്ടതാണ്. പിന്നെ ഇന്ന് ഈ ടെക്നോളജിയൊക്കെ പാതയിൽ നമ്മൾ ഹെൽത്ത് ബാൻഡും അതുപോലെ തന്നെ കുറേ മെഷീൻസൊക്കെ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിലും അതിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് നമുക്ക് മുൻപോട്ട് പോകാൻ സാധിക്കുകയില്ല. നമ്മൾ നമ്മുടേതായ കാര്യങ്ങൾ കൊണ്ടും നമ്മൾ മുൻപോട്ട് പോകേണ്ടതാണ്. പിന്നെ ഈ വിദ്യാർത്ഥികളുടെയൊക്കെ കാര്യം നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, ഇന്നത്തെ നമ്മുടെ കുട്ടികളൊക്കെ ഈ വീഡിയോ ഗെയിംസിനും അതുപോലെ തന്നെ ഫാസ്റ്റ് ഫുഡിനൊക്കെ വളരെ അഡിക്റ്റാണ്. അവ എത്രത്തോളം ദോഷം ചെയ്യുമെന്ന് ഞാൻ ഇവിടെ പറയേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ടൊക്കെ തന്നെ ഇന്നത്തെ കുട്ടികൾ പുറത്തിറങ്ങി നല്ല കായിക ഇനങ്ങളിൽ പങ്കെടുക്കുകയും, പിന്നെ പച്ചക്കറി ഈ ഫാസ്റ്റ് ഫുഡൊക്കെ ഒഴിവാക്കി പച്ചക്കറി അവയൊക്കെ ഭക്ഷിക്കാൻ ശ്രമിക്കുകയാണ് വേണ്ടത്. എന്നാൽ തന്നെ നമ്മുടെ ഹൃദയത്തെ നല്ല രീതിയിൽ തന്നെ മുൻപോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ഇപ്പം നമ്മുടെ ചെറുപ്പത്തിൽ തന്നെ ഇതൊക്കെ പ്രാക്ടീസ് ചെയ്ത് വരികയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഭാവിയിലേക്ക് അത് സുരക്ഷിതമായി നമുക്ക് നമ്മുടെ ഹൃദയത്തെ വെക്കാൻ സാധിക്കുന്നതാണ്. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ പണ്ടൊക്കെ ഈ ഹൃദയ സംബന്ധമായ അസുഖങ്ങളൊക്കെ ചുരുക്കം ചിലർക്ക് മാത്രമേ വരാറുള്ളായിരുന്നു. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ, പണ്ട് നമ്മുടെ പൂർവികരൊക്കെ സ്വന്തം പറമ്പിൽ കൃഷി ചെയ്ത് മടുത്ത് ഇങ്ങനെയൊക്കെയായിരുന്നു ഭക്ഷിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇന്ന് അങ്ങനെയല്ലല്ലോ. ഇന്നെന്ന് പറയുമ്പോൾ നമ്മൾ കേരളത്തിലെ മലയാളികളെ തന്നെ നോക്കുകയാണെങ്കിൽ അവർക്ക് വൈറ്റ് കോളർ ജോബിനോടാണ് കൂടുതൽ താല്പര്യമായിട്ടുള്ളത്. അവർക്ക് ഒരു എ സി റൂമിലിരുന്ന് പണിയെടുക്കാനാണ് കൂടുതൽ ആഗ്രഹം. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ നമ്മുടെ ശരീരമൊന്നും അനങ്ങുന്നില്ലല്ലോ. അതൊരു വലിയ ദോഷത്തിലേക്കാണ് നമ്മളെ നയിക്കുന്നത്. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ധാരാളം പേർ ഇന്ന് ഗൾഫിലേക്കും അതുപോലെ തന്നെ പുറം രാജ്യങ്ങളിലൊക്കെ കയറിപ്പോകാനാണ് ശ്രമിക്കുന്നത്. അവിടെ നമുക്ക് വെയിൽ കൊള്ളാതെ പണിയെടുക്കാമെന്ന് വെച്ചിട്ട്. പക്ഷേ അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ലല്ലോ. കാരണം നമ്മൾ വെയിൽ കൊള്ളാതെ എത്ര പണിയെടുത്താലും അത് നമ്മുടെ ശരീരത്തിനാണ് കൂടുതൽ ദോഷം ചെയ്യുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ നമ്മൾ കേരളത്തിലായാലും നമ്മുടെ ഇന്ത്യയിലായാലും കൂടുതൽ യൂറോപ്യൻ കൾച്ചർ കൊണ്ടുവരാൻ നമ്മൾ നോക്കുന്നുണ്ട്. അതായത് കൂടുതൽ ഫാസ്റ്റ് ഫുഡും
അതുപോലെയുള്ള ഭക്ഷണ സാധനങ്ങളും അപ്പോൾ അതൊക്കെ കൂടുതൽ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരാൻ നോക്കുന്നുണ്ട്. പക്ഷേ അവരെങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഭക്ഷണം കഴിക്കുമെങ്കിലും അവർ നല്ലപോലെ വ്യായാമവും ജോഗും ഈ വ്യായാമമൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മൾ മലയാളികളൊക്കെ നോക്കുകയാണെങ്കിൽ വെറുതെ ഭക്ഷണം കഴിച്ചിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഒരു വ്യായാമമോ ഒരു പണിയോ ഒന്നും ദേഹം അല്ലെങ്കിൽ പണിയോ ഒന്നും എടുക്കുന്നില്ല. അപ്പോൾ അതും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ ശരീരത്തെ അതായത് നമ്മുടെ ഹൃദയത്തെ നല്ല രീതിയിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഭാവിയിലേക്ക് അത് സുരക്ഷിതമായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം നിർത്തുന്നു. നന്ദി.